മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെന്താമരയുടേത്. പോലീസിന് മുമ്പിൽ അക്ഷോഭ്യനായി ഒരു കുറ്റബോധത്തിന്റെ തരിമ്പുമില്ലാതെ ചെന്താമര മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസുകാർ അതെല്ലാം എഴുതിയെടുക്കുന്നു. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ്. മൊഴി തയ്യാറാക്കി റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം നാളെ രാവിലെയായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. നിലവിലുള്ള ചട്ടമനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിൽ മാത്രം മതി. ഇപ്പോൾ സമയം 11:50. 10:30 പിടികൂടുന്നത്. 11 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ നാളെ 11 മണിക്ക് മുമ്പ് ഹാജരാക്കിയാൽ മതി. അതിനു മുമ്പ് പരമാവധി കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നതാണ്. എല്ലാ തെളിവുകളും പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊല ചെയ്യാൻ ഉപയോഗിച്ച വെട്ടുകത്തി, അതേപോലെ അതിനുള്ള ദൃക്സാക്ഷികൾ, ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ കുറച്ചുകൂടി എളുപ്പമാണ് ഇനിയുള്ള കാര്യങ്ങൾ. പക്ഷേ ചെന്താമരയെ ഇങ്ങനെ ശിക്ഷിച്ചാൽ പോരാ എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ചെന്താമരയുടെ പ്രകടനം ഇപ്പോൾ ലോക്കപ്പിനുള്ളിൽ നിന്നുള്ള പ്രകടനമാണ് പ്രേക്ഷകർ കാണുന്നത്. അഭിനയിച്ച കാര്യങ്ങൾ അങ്ങ് വിശദീകരിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളെ അനാഥമാക്കി ചെന്താമര. അവരുടെ അച്ഛനെയും അമ്മയെയും അച്ഛമ്മയെയും കൊന്നു. ഇനിയും കൊല്ലാൻ 2 പേരെ കണക്കിൽ ലിസ്റ്റിൽ ബാക്കി വെച്ചിരുന്നു, ഹിറ്റ് ലിസ്റ്റിൽ. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായ ചോദ്യങ്ങളാണ്. 5 വർഷം മാത്രം ജയിലിൽ കിടന്ന് ജാമ്യത്തിലിറങ്ങി ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഇതേപോലൊരു പ്രതി ഈ കൊടും ക്രൂരത ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോലീസുകാരോട് തർക്കിക്കുന്ന മാതിരി വാദിക്കുകയാണ്. അയാൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നതിനെ പോലീസിനോട് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് കൊടും കുറ്റവാളിയായി മാറിയ പ്രതിയാണ് നമ്മുടെ മുന്നിൽ ഈ ലോക്കപ്പിന് കിടക്കുന്ന ദയയുടെ തരിമ്പും അർഹിക്കാത്ത കൊടും കുറ്റവാളിയുടെ ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസിനോട് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനിവിൻ്റെ ഒരു തരിമ്പും അർഹിക്കാത്ത ഒരു കൊടും കുറ്റവാളിയുടെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനിയും 2 സ്ത്രീകളെ വധിക്കും എന്ന് പറഞ്ഞു നടന്ന ചെന്താമര. അപൂർവങ്ങളിൽ അപൂർവമായ വധശിക്ഷയുടെ, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകത്തിൻ്റെ, ഒരു കുറ്റകൃത്യത്തിൻ്റെ ചുരുളാണ് ഇപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമെന്ന് തന്നെ നിസ്സംശയം പറയാം. അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് അയൽവാസിയായ നീളമുള്ള തലമുടിയുള്ള പെൺകുട്ടിയെ കൊലപ്പെടുത്തി ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്യാനായി ഇറങ്ങിത്തിരിച്ച ആ കുടുംബത്തിലെ 2 പേരെ കൂടി കൊലപ്പെടുത്തി 2 പേരെ ഹിറ്റ് ലിസ്റ്റിൽ ചാർട്ട് ചെയ്തു വെച്ച് അതിന് ആസൂത്രിതമായി കൊലപാതകം നടത്തിയ ആൾ. നേരത്തെ പണിയെടുത്തിരുന്ന കോഴിക്കോട്ടെ സെക്യൂരിറ്റി ജീവനക്കാരൻ സഹപ്രവർത്തകൻ പറഞ്ഞ വാചകങ്ങൾ പ്രേക്ഷകർ കേട്ടതാണ്. 2 പേരെ കൂടി കൊലപ്പെടുത്തിയില്ലോ ഇല്ലല്ലോ എന്നത് മാത്രമാണ് എൻ്റെ നിരാശയെന്ന് പറഞ്ഞാണ് അന്ന് ജയിലിൽ പോയത്. ഇന്നിപ്പോൾ ഇനി 2 പേരെ കൂടി കൊല്ലാൻ ബാക്കി വെച്ചാണ് ഇപ്പോഴും ജയിലിൽ പോയിരിക്കുന്നത്. കുറ്റബോധത്തിൻ്റെ ഒരു തരിമ്പുമില്ലാതെ, ഒരു കനിവും ഒരു ദയയും നമ്മളിൽ നിർഹിക്കാതെ ചെന്താമര എന്ന കൊടും കുറ്റവാളി പോലീസിനോട് ഒരു ദയയുമില്ലാതെ, ഒരു കുറ്റബോധത്തിൻ്റെ ഒരു ലാഞ്ചന പോലുമില്ലാതെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുറ്റബോധവുമില്ല. പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമല്ല, വാദിക്കുക കൂടി ചെയ്യുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന്, ആ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നതിനുള്ള മറുപടി ഉണ്ടത്രേ ഈ ചെന്താമരയ്ക്ക്. നിരപരാധിയായ ഒരു പാവം സാധു മനുഷ്യനെ, നിരപരാധിയായ ആ മനുഷ്യൻ്റെ ഭാര്യയെ, നിരപരാധിയായ മനുഷ്യൻ്റെ അമ്മയെ അവരുടെ കൺമുന്നിൽ, ആ കുഞ്ഞുങ്ങളുടെ കൺമുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കൊടും കുറ്റവാളിയാണ് ലോക്കപ്പിലിരിക്കുന്ന ഈ ചെന്താമര. കേരളം അടുത്ത കാലത്ത് ഇതേപോലെ ഒരു കൊടും കുറ്റവാളിയെ കണ്ടിട്ടേയില്ല. കുറ്റബോധത്തിൻ്റെ ഒരു തരിമ്പുമില്ലാതെ 5 വർഷം ജയിലിൽ കഴിഞ്ഞിട്ട് ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്യാനായി ഇറങ്ങിത്തിരിച്ച് ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് പോലീസിൻ്റെ കൺമുന്നിലൂടെ മാരകായുധങ്ങളുമായി പലതവണ നടന്നുപോയ പ്രതി ഇപ്പോൾ ലോക്കപ്പിനുള്ളിൽ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു.